പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഈ നല്ല സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ഞാൻ കർത്താവ് ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതേ, ഇന്നലകളിൽ, കഴിഞ്ഞ മണിക്കൂറുകളിൽ, കഴിഞ്ഞ നാളുകളിൽ നമ്മെ വലച്ച, നമ്മെ ഭയപ്പെടുത്തിയ ചില പ്രതികൂലങ്ങളുടെ മുകളിലൂടെ നടക്കാനുള്ളൊരു ദൈവകൃപ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് നമുക്ക് ദാനം ചെയ്യും. വളരെ ശ്രദ്ധയോടെ ഈ സന്ദേശം ശ്രവിക്കുക. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 31-ാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു: യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു. വളരെ സുപരിചിതമേറിയ ഒരു തിരുവചന ഭാഗം. ശിഷ്യന്മാരും പത്രോസും ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ഒരു പടക്. 3 യാമങ്ങൾ പത്രോസും ശിഷ്യന്മാരും യാത്ര ചെയ്യുമ്പോൾ, 3 യാമമെന്ന് പറയുന്നത് 9 മണിക്കൂറോളം നീണ്ട 9 മണിക്കൂറുകളിൽ പത്രോസും ശിഷ്യന്മാരും കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് കടലിളകുന്നതും കാറ്റു പ്രതികൂലമാകുന്നതും കണ്ട് പടക് ഇളകി മറിഞ്ഞ് അവൻ അവസാനിച്ചു പോകുമോ എന്നുള്ള വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ യാത്ര ചെയ്യുകയാണ്. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അതേ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ മാതാപിതാക്കളോട് ഞാൻ ആത്മാർത്ഥതയോടെ ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള സ്തോത്രം എന്താകുമെന്നുള്ള ഒരു പ്രതീക്ഷയറ്റതുപോലെയുള്ള സാഹചര്യ സമ്മർദ്ദങ്ങൾ പലപ്പോഴും നമ്മെ വേദനിപ്പിക്കാറില്ലേ? പലപ്പോഴും നമ്മെ ചിന്താകുലരാക്കിയിട്ടില്ലേ? ഇന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ പ്രിയപ്പെട്ടവരുടെ അതിശക്തമായി കൈമാറുന്നൊരു ദൂതുണ്ട്. ആമേൻ. കഴിഞ്ഞ നാളുകളിൽ അങ്ങേ പ്രതികൂലത്തിനകത്ത് വലച്ച, പ്രതികൂലങ്ങൾ കാണിച്ച് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് വെല്ലുവിളിച്ച ചില പ്രതികൂലങ്ങളുടെ നടുവിലൂടെ, ചില പ്രതികൂലത്തിൻ്റെ മുകളിലൂടെ നടക്കാനുള്ള ദൈവത്തിൻ്റെ കൃപ സ്വർഗത്തിൽ നിന്ന് ദാനം ചെയ്യുവാനിടയായി തീരും. വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുക്കുക. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതേ, ആ പടകിനകത്തു നിന്ന് യേശു അരികിൽ വന്നപ്പോൾ പത്രോസ് ഒരാഗ്രഹം പറഞ്ഞു: നീ കർത്താവാകുന്നു എങ്കിൽ എനിക്കും ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് നടക്കണം. പത്രോസിനെയും കൂട്ടരെയും കഴിഞ്ഞ 3 യാമങ്ങൾ പേടിപ്പിച്ച, ഭയപ്പെടുത്തിയ കടലിൻ്റെ മുകളിൽ യേശു നടന്നു വന്നതറിഞ്ഞപ്പോൾ പത്രോസ് തൻ്റെ ആഗ്രഹം ആ യേശുവിനോട് കൈമാറുകയാണ്. പ്രിയപ്പെട്ടവരെ, നാളിതുവരെ അങ്ങ് ഫേസ് ചെയ്ത, അങ്ങയുടെ മുൻപിൽ വന്ന പ്രതിസന്ധിയെ കണ്ട് ഭയപ്പെടാനല്ല, എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ടെന്നുള്ള ഒരു അഭേദ്യ ബോധ്യത്തിനകത്ത് ഇന്നു പകൽ വിളിച്ചു പറയാനിടയായി തീരണം. എന്നെ വലയ്ക്കുവാൻ ടുത്ത സ്തോത്രം കടലുകളുടെ മുകളിലൂടെ നടക്കാൻ ഒരു ദൈവത്തിന്റെ കൃപ പരിശുദ്ധാത്മാവ് എനിക്ക് തരും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പത്രോസ് യേശുവിനോട് ചോദിക്കുന്നു, അതേ, എനിക്കും അതിൻ്റെ മുകളിലൂടെ, കടലിൻ്റെ മുകളിലൂടെ നടക്കണമെന്ന് പറയുകയാ. യേശു ഒട്ടും അമാന്തിക്കാതെ പത്രോസിനോട് പറയുന്നു, ആമേൻ, വെള്ളത്തിൽ അടുക്കൽ വരണമെന്ന് പറഞ്ഞപ്പോൾ പത്രോസിനോട് പറയുക, ആമേൻ, നീ പടകിൽ നിന്ന് ഇറങ്ങി വരുവാൻ പറയുകയാണ്. കർത്താവിന് സ്തോത്രം. എന്നാൽ 30-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, കടലിലേക്ക് പത്രോസ് യേശുവിൻ്റെ വാക്കിൽ ഇറങ്ങി മുൻപോട്ട് മൂവ് ചെയ്യുന്ന സമയം 30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്നാൽ അവൻ കാറ്റ് കണ്ടു പേടിച്ചു മുങ്ങി തുടങ്ങുകയാൽ. ദൈവത്തിന് സ്തോത്രം. അതെ, 24-ാമത്തെ വേദഭാഗത്തിലും നമുക്ക് കാണാൻ, പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി, കാറ്റു പ്രതികൂലമായതുകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. ആമേൻ. 24-ാമത്തെ വാക്യത്തിനകത്ത് കാറ്റു പ്രതികൂലമായി കണ്ട് പല നാഴിക ദൂരത്ത് പടക് സഞ്ചരിച്ച് വല്ലാത്തൊരു സാഹചര്യത്തിൽ യാത്ര ചെയ്യുമ്പോൾ അതിനെയൊന്നും വകവയ്ക്കാതെ യേശു അവൻ്റെ അടുക്കിലേക്ക് നടന്നു വന്നത്. യേശു നടന്നു വന്ന അനന്തരം യേശുവിനോട് തൻ്റെ ആഗ്രഹം പുറപ്പെടുവിക്കുകയും യേശു തൻ്റെ ആഗ്രഹം നടത്തിക്കൊടുക്കാൻ എൻ്റെ അടുക്കിലേക്ക് വരാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ അവിടെ കാണാൻ കഴിയുന്നത്, ആമേൻ, 30-ാമത്തെ വാക്യത്തിൽ അവൻ കാറ്റു കണ്ടു പേടി
പിടിച്ചു. കർത്താവിന് സ്തോത്രം. 24-ാം വാക്യത്തിലും കാറ്റ് പ്രതികൂലമായിരുന്നു. പത്രോസേ, ഈ 24-ാമത്തെ വാക്യത്തിൽ കാറ്റ് പ്രതികൂലമായപ്പോൾ ആ കാറ്റിനെ ശാസിക്കാനും ആ കാറ്റ് നിങ്ങളുടെ യാത്രയെ തടസ്സപ്പെടുത്താതിരിക്കാനും യേശു നിന്റെ അടുക്കിലേക്ക് വന്നു. എന്നാൽ യേശു അടുക്കൽ നിൽക്കുമ്പോൾ പോലും പത്രോസ് കാറ്റ് കണ്ടു പേടിച്ചു. ഗ്രീക്ക് പദത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഡിസ്റ്റാർസോ എന്ന ഗ്രീക്ക് പദത്തിൽ അതിനിങ്ങനെയാണ് പറയുന്നത്, മനസ്സ് ചഞ്ചലിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ എത്രമേൽ അത്ഭുതം കണ്ടിട്ടും എത്രമേൽ വിടുതലുകൾ കിട്ടിയിട്ടും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മുഖാന്തരം പ്രതികൂലത്തിൻ്റെ അതിഭയാനകമായ അവൻ വിഷമതകൾ ലൈഫിനകത്തേക്ക് വന്നപ്പോൾ യേശു ഇന്നലെ അത്ഭുതം ചെയ്തിട്ടുണ്ട്. നിശ്ചയമായി യേശു അത്ഭുതം ഇനിയും ചെയ്യും. പക്ഷെങ്കിൽ അനുഭവിച്ചു കൊണ്ട് നിൽക്കുന്ന പ്രതികൂലവും ഇപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രതിസന്ധിയും കാണുമ്പോൾ നമ്മുടെ മനസ്സ് ചഞ്ചലിക്കാറില്ലേ? ഇന്നെൻ്റെ പ്രിയപ്പെട്ടവരുടെ ആത്മാർത്ഥതയോടെ ഞാൻ കൈമാറുന്നു, പ്രവചന ശബ്ദമായി ഞാൻ കൈമാറുന്നു. മനസ്സിനെ ചഞ്ചലിപ്പിച്ച് കളയുന്ന കാറ്റിൻ്റെ ഹിഡൻ അജണ്ടകളെ ഇന്ന് പകൽ ഈ സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റിയിട്ട് അതിൻ്റെ മുകളിലൂടെ നടക്കുവാനും നടന്ന നിന്നെ മുക്കിക്കളയുവാൻ പരിശ്രമിക്കുന്ന ശക്തിയെ അടർത്തി മാറ്റിയിട്ട് കരം തരുവാനും കരുത്തുള്ളൊരു ദൈവമാണ് എൻ്റെ ദൈവം. കർത്താവിന് മഹത്വം കരയേറ്റുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതെ, ഇന്നലകളിൽ ഭയപ്പെടുത്തിയ കാറ്റ് വീണ്ടും അടിച്ചപ്പോൾ വീണ്ടും ഭയപ്പെടുകയാണ്. അങ്ങനെ ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടോ? ഇന്നലകളിൽ കാറ്റടിച്ചു പ്രതികൂലമായിരുന്നു. പ്രാർത്ഥിച്ചനന്തരം ആ കാറ്റിൻ്റെ പ്രതികൂല അവസ്ഥയെ കർത്താവ് മാറ്റി. കർത്താവിന് സ്തോത്രം. ഇന്നലെ മാറിപ്പോയ കടക്കടിയില്ലേ? ഇന്നലെ മാറിപ്പോയ രോഗമില്ലേ? ഇന്നലെ സ്തോത്രം മാറിപ്പോയ പ്രതിസന്ധിയില്ലേ? വീണ്ടും പതുക്കെ ഒന്ന് വന്നപ്പോൾ എന്തോ ഒരു ഭയം തട്ടിയില്ലേ? അങ്ങേക്ക് എന്തോ ഒരു ഭാരം തട്ടിയില്ലേ? ആ ഭയത്തിനകത്ത് തീർന്നു പോകുമോ എന്ന്, ആ ഭാരത്തിനകത്ത് ഞാൻ അവസാനിക്കൂ എന്നൊക്കെ ഹൃദയം നമ്മളോട് മന്ത്രിച്ചില്ലേ? ഇന്നു പകൽ അതിനെ അതിജീവിക്കാൻ പരിശുദ്ധാത്മ പറയുന്നു, നീ മുങ്ങിത്താഴത്തില്ലെന്നേ. നിനക്ക് മുങ്ങിത്താഴുമെന്ന് ഹൃദയം ചഞ്ചലിക്കുമ്പോൾ നിനക്ക് തരം തരാൻ നസ്രയം നിന്റെ കൂടെയുണ്ട്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഇപ്പോൾ അങ്ങ് നിൽക്കുന്ന സാഹചര്യം അങ്ങ് മുക്കിത്താഴ്ത്തുമെന്ന് ആർത്തിരമ്പി വരുമ്പോഴും അതിനെ നോക്കി പറയണം, ഇതിനകത്ത് ഞാൻ മുങ്ങിത്താഴത്തില്ല, പകരം എനിക്ക് കരം തരാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, നാം മുങ്ങിത്താഴാനുള്ളവരല്ല, അവിടെ മുങ്ങിത്താഴുമെന്ന് വിധി പറഞ്ഞേക്കാം. നമ്മെ നോക്കി പലരും പറഞ്ഞേക്കാം, ഇതിനകത്ത് അവസാനമാണ്, ഇതിനകത്ത് നീ എഴുന്നേൽക്കത്തില്ല, ഇതിനകത്തുനിന്ന് നിന്റെ അവസാനമേ കാണത്തുള്ളൂ എന്നൊക്കെ പലരും വിധി പറഞ്ഞേക്കാം. പക്ഷെ പരിശുദ്ധാത്മാവ് അതിനെതിരെ ഇന്നു പകൽ കൈമാറുകയാണ്. നീ മുങ്ങിത്താഴുമെന്ന് ആരൊക്കെ പറഞ്ഞാലും കരം തരാൻ നസ്രയൻ കൂടെയുണ്ടെന്നേ. എത്ര പേർക്ക് വിശ്വാസത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും? മുങ്ങിത്താഴുവാനല്ല, മുങ്ങിത്താഴുമെന്ന് മനസ്സ് ചഞ്ചലിക്കുമ്പോൾ കർത്താവേ എന്ന് വിളിക്കാൻ ആത്മാർത്ഥ കഴിയുന്നെങ്കിൽ കരത്തെ പിടിച്ച് നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ, നിന്റെ വാഗ്ദത്തത്തിൽ എത്തിക്കാൻ കരുത്തുള്ളവനാണ് എൻ്റെ ദൈവം. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ 31-ാമത്തെ വാക്യം വായിച്ച് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതേ, അവൻ നിൽക്കുന്നത് കടലിലാണ്. മുങ്ങിത്താഴ്ന്നാൽ കിട്ടാൻ പാടാണ്. അതിനകത്ത് താഴുമോ എന്ന് കാറ്റവനെ ഭയപ്പെടുത്തിയ അതെ, ഇന്നലെ മാറിപ്പോയ പ്രയാസമുണ്ടല്ലോ, ഇന്നലെ മാറിപ്പോയ പ്രതിസന്ധി ഉണ്ടല്ലോ, വീണ്ടും അങ്ങയുടെ മുൻപിൽ ഒന്ന് ഭയപ്പെടുത്താൻ വരുമ്പോൾ അതിനോട് നോ, എൻ്റെ കർത്താവ് കരം തരാൻ കൂടെയുണ്ടെന്ന് പറഞ്ഞ് ദൈവത്തിങ്കിലേക്ക് ആശ്രയം വെക്കുവാൻ വിശ്വസിക്കാൻ തയ്യാറെങ്കിൽ ആമേൻ, പിന്നെയും ഭയപ്പെടുത്തുവാൻ ആർത്തിരമ്പി വരുന്ന ചില പ്രതിസന്ധികളെ മാറ്റിയിട്ട് അതിൻ്റെ മുകളിലൂടെ നടത്തുന്നൊരു ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെ ചലിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ മുൻപോട്ട് പോകാൻ പരിശുദ്ധ ദൈവം സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.